ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് ഇപ്പോൾ ഇഫ്താറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു മധുരം ഉണ്ടാക്കാറുണ്ട്. അതായത് എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു മധുരം നമ്മൾ കഴിക്കില്ലേ. അപ്പോൾ അതിന് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിന് മെയിനായിട്ടും വേണ്ടത് നല്ല നേരിയ സേമിയയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല കട്ടിയുള്ള സേമിയ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ നേരിയതായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അതും റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 240 ml കപ്പിൽ ഞാനൊരു 1.25 കപ്പ് എടുത്തിട്ട് ഒന്ന് നെയ്യിലിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വേറെ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. നേരത്തെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് അതേ നെയ്യ് തന്നെയാണ് വറുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പം അതായത് വറുക്കാത്ത സേമിയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതേ പാനിൽ തന്നെയാണ് ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് പാല് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പാല് വറ്റിയതിന് ശേഷം, അതായത് ഭയങ്കര തീരായിട്ട് വറ്റിക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സേമിയയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നൈസായിട്ടുള്ളൊരു സേമിയ എടുത്താൽ ഒരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് വേവും. നമ്മൾ മറ്റ് ഇച്ചിരി കട്ടിയുള്ള സേമിയ ആണെങ്കിൽ കുറേ സമയം നമ്മൾ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു സേമിയ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താ നല്ലപോലെ പാലും വെന്തൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളം പോലെയാകും. അപ്പോൾ നമുക്കിത് ഈ സമയത്ത് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഫുഡ് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ, അതായത് യെല്ലോയും റെഡും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് എല്ലാം ഇട്ട് കൊടുത്തിട്ട് കാരണം ആ ഒരു കളർ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒന്നുള്ളിൽ റെഡ് കളറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന് നേരത്തെ ഇരുന്നില്ലേ പഞ്ചസാര, അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് അതും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു നട്ട്സ് ഇല്ലേ, അണ്ടിപ്പരിപ്പും കിസ്മിസ്, അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ തീർന്നു. ഇനിയിപ്പോൾ ഇത് ഒരു നെയ്യ് വരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂനട്ടും കൂടെ പൊടിച്ച് വെച്ചതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്കും ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.